ആകാശമണ്ഡലം പോലെയാണ് ഈ മണ്ഡലം. സൗരയൂഥം മുഴുവൻ ഈ കൈവെള്ളയിലുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കൈ നോക്കി ഫലം പറയാം. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ കൈ കണ്ടില്ല. മോളെ, നീ വന്നോ? ദൈവത്തിന്റെ വെഡിത്തം. ആരോ പറഞ്ഞു ഈശ്വരന്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ. ആര് പറഞ്ഞാലും തെറ്റ് തന്നെ. ഹിമാലയം വെഡിത്തം. അതാണ് സത്യം. ദൈവം വിഡ്ഢിയാണെന്ന് പണ്ടേ എനിക്കറിയായിരുന്നു. ഒരു ഉദാഹരണം, വെറുതെ മനുഷ്യൻ 2 കണ്ണു കൊടുത്തു, എന്നിട്ടും സ്വന്തം ശരീരം മുഴുവൻ കാണാനായില്ല. വെറും വിഡ്ഢിത്തം. ഈ ചൂണ്ടാണിവലിന്റെ തലപ്പത്ത് ഒരു കണ്ണ് നൽകിയിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പുറമൊക്കെ കണ്ട്, ഈ ഭാഗമൊക്കെ കണ്ട്, ഇവിടെ ഒക്കെ കണ്ട്, ഇതങ്ങനെ അയ്യോ എന്റെ കണ്ണ്, എന്റെ കണ്ണ്, എന്റെ കണ്ണ്, എന്റെ കണ്ണ്, അയ്യോ എന്റെ കണ്ണ്, എന്റെ കണ്ണ്, എന്റെ കണ്ണ്.
മാമാഞ്ചി തീവണ്ടി തരാം. തീവണ്ടി മാമ വാങ്ങിത്തരാം. എപ്പോ? തരാം, വാങ്ങിത്തരാം. ഇന്ന് എടുക്ക്. മാമ എടുക്കട്ടെ. മാമയുടെ ഇവിടത്തോട് ഇവിടെ മാമത്തോടെ മിസ്റ്റർ വാര്യർ, മിനിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞത്. വാട്ട് നോൺസെൻസ്! ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭ്രാന്തന്മാരുടെ നടുക്ക് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഉടനെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കണം. മനസ്സിലായോ? ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറാണ്. അതാണ്. നോ നോ, ദാറ്റ്സ് ഇംപോസിബിൾ. അമ്മ ജീവിച്ചിരിക്കെ അമ്മയുടെ അനുവാദം ഇല്ലാതെ സാധ്യമല്ല. മാഡം, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പെറ്റമ്മ ജീവനോടിരിക്കാൻ നിങ്ങൾ എങ്ങനെ ആ കുഞ്ഞിനെ അനാഥയെന്ന് പ്രഖ്യാപിക്കും? എങ്ങനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയക്കും? നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. ഇതാണോ കില്ലേരി? അല്ല, ഇതാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഞാൻ വിശദമായ റിപ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കും. മനുഷ്യാവകാശ ലംഘനമാണിത്. വരൂ, എനിക്ക് ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് കാണണം. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ ഈ സെല്ലിന്റെ കോലം കണ്ടോ? ഇതെന്താ ഇവരിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്? ആ ഫയലിംഗ് ഇതാ. അതല്ലടോ, മറ്റേ ഫയൽ. എന്നെ കുളിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇവരെ കുളിപ്പിക്കാത്തത്? എന്റെ കേസല്ല ഇത്. പിന്നെ ആരുടെയാ? അത് ഡോക്ടർ വാര്യരുടെ കേസാ. രോഗികൾക്ക് എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു.